ഇതാ വിഷു സമയത്തെ വ്ളോഗാണ്, ഇടാൻ കുറച്ച് ലേറ്റായിപ്പോയി. അപ്പോൾ വിഷു ആകുമ്പോൾ തന്നെ തലേദിവസം ഞങ്ങളെല്ലാവരും കൂടെ തറവാട്ടിൽ തന്നെ കൂടും. അപ്പോൾ അവിടെ കൂടുന്ന സമയത്ത് കുറച്ച് ഫുഡിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളും എല്ലാം കാണും. പിറ്റേ ദിവസത്തേക്കുള്ള പച്ചക്കറിയൊക്കെ നേരത്തെ വാങ്ങി വെച്ചു. അപ്പോൾ വൈകുന്നേരത്തേക്ക് എന്ത് സ്പെഷ്യൽ ഉണ്ടാക്കുമെന്ന് ആലോചിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോഴാണ് പ്ലാവയിലൊരു ചക്ക നിൽപ്പുണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ അമ്മാവനെയും കൂട്ടി ഞങ്ങൾ കസിൻസും എല്ലാവരും കൂടെ മുകളിൽ ചക്ക ഇടാൻ വേണ്ടി പോയി. കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മൂത്ത ചക്ക പോലെയാണ് തോന്നിയത്, ഇട്ടു. ഇനിയിപ്പോൾ അത് പോയി വെട്ടിയാലേ കറക്റ്റ് അറിയത്തുള്ളൂ അത് മൂത്തതാണോ പിഞ്ചാണോ എന്ന്. ചക്കയ്ക്ക് എന്തായാലും ഒരു വെറൈറ്റി ഷേപ്പാണ്, കശുവണ്ടി പോലെ ഈ ചക്കയുടെ ഷേപ്പ് ഇരിക്കുന്നു. ഈ ചക്ക ഇടുന്ന സമയത്ത് നമുക്ക് ഒരേ പ്രാർത്ഥനയുള്ളൂ, മൂത്തതായിരിക്കണമെന്ന്. പിഞ്ചാണെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, എടുത്ത് എറിഞ്ഞ് കളയാം. വറക്കാൻ പരുവത്തിലാണെങ്കിൽ പിന്നെയെങ്കിലും വറക്കാൻ നോക്കാം. മിക്കപ്പോഴും പണി കിട്ടുന്നതെന്ന് വെച്ചാൽ ഇട്ട് കഴിയുമ്പോൾ പിഞ്ചായിപ്പോൾ. പക്ഷേ ഇത് നല്ല മൂത്തയൊക്കെ ആയിരുന്നു, നല്ല രുചിയുണ്ടായിരുന്നു, വരിക്കപ്ലാവും കൂടിയാണ്. അപ്പോൾ വീട്ടിൽ അമ്മയും അമ്മാവന്മാരും എല്ലാവരും കൂടെ കൂടിയിട്ട് അത് ചക്ക ഒരുക്കാൻ വേണ്ടിയുള്ള പ്ലാനൊക്കെ ചെയ്തു. അപ്പോൾ ഞങ്ങൾ ചുമ്മാ പുറത്തോടെ ഇങ്ങനെ ഇറങ്ങി കിടക്കുമായിരുന്നു. അങ്ങനെ പോകുന്ന വഴിക്ക് മാങ്ങയും പേരക്കയൊക്കെ പറിച്ച് കിട്ടുന്ന കശുവണ്ടിയൊക്കെ പെറുക്കിക്കൊണ്ട് പോകുന്നു. അങ്ങനെ കുറേ ദൂരം ഇതൊക്കെ പെറുക്കിക്കൊണ്ട് നടന്നു. കുട്ടിക്കാലത്തൊക്കെ പൊയ്ക്കൊണ്ടിരുന്ന ആ ഓർമ്മയിലങ്ങ് പൊയ്ക്കൊണ്ടിരുന്നതുകൊണ്ട് പിന്നെ മടുപ്പ് പറഞ്ഞില്ല. പിന്നെ വന്നതേ ഫസ്റ്റ് പണി തുടങ്ങി മാങ്ങ ചെത്തി അത് നല്ല ഉപ്പും മുളക് പൊടിയും അതുപോലെ കാന്താരി മുളകും എല്ലാം കൂടെ വെച്ച് കഴിച്ചു. മാങ്ങയ്ക്ക് പാകത്തിലുള്ള പുളി ഉണ്ടായിരുന്നുള്ളൂ, ഓവറായിട്ടുള്ള പുളിയില്ലായിരുന്നു. അതുകൊണ്ട് കഴിക്കാൻ നല്ല അടിപൊളിയായിരുന്നു. മാങ്ങയെല്ലാം പെട്ടെന്ന് നേരത്തെ തീരുകയും ചെയ്തു. ഞാൻ പിന്നെ കാന്താരി മുളക് വെച്ചും മുളക് പൊടി ഇട്ടും ഉള്ളി ചേർത്തും അങ്ങനെ പല രീതിയിൽ മാങ്ങ തിന്നു. അപ്പോഴത്തേക്ക് അവിടെ ചക്കവെട്ടിൻ്റെ പരിപാടികളൊക്കെ ഏകദേശം പകുതിയായിട്ടുണ്ടായിരുന്നു. ചക്ക വെട്ടി ഒരുക്കാൻ ഇച്ചിരി പാടാണെങ്കിലും പക്ഷെ അത് വേവിച്ച് കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളി രുചിയാണ്. ഇവിടെ പിന്നെ ഒരുപാട് പൂച്ചകളുണ്ട്. ഓരോ വർഷം ആകുമ്പോഴത്തേക്ക് 2-3 എണ്ണം വെച്ച് എണ്ണം കൂടിക്കൊണ്ടേയിരിക്കുക. ആദ്യമേ ഒരെണ്ണം ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ കൂടിക്കൂടി ഇപ്പോൾ 5 പൂച്ചയായി. ചക്കയും കപ്പളങ്ങയും കശുവണ്ടിയും മാങ്ങയും എല്ലാം തിന്നും വൈകുന്നേരം ചായ കുടിക്കുന്ന സമയം വേറെ ചായ ഒന്നും വേണ്ടി വന്നില്ല. ഇതൊക്കെ തിന്ന് തന്നെ വയറ് നിറഞ്ഞു. പിന്നെ കശുവണ്ടി ഇവിടെയുള്ള പരിപാടി തുടങ്ങി. ഈ കശുവണ്ടി ചുടുമ്പോൾ മാത്രം അടുത്ത് പോയി നിൽക്കരുത്, കാരണം ഇതിൻ്റെ ഒരു ഓയിൽ ചീറ്റാൻ ചാൻസ് ഉണ്ട്. അത് ചീറ്റി മുഖത്ത് വീണ് കഴിഞ്ഞാൽ പെർമനൻറ്റ് കാഷ്യൂനട്ട് ഫേഷ്യൽ ചെയ്തുപോലെ ഇരിക്കും. വൈകുന്നേരം കണിക്കുന്ന തപ്പിപ്പോയതാണ്. ഏകദേശം ഒരു 3 മണിക്ക് പോയിട്ട് തിരിച്ച് വീട്ടിലെത്തിയത് 7:30 ആയി കഴിഞ്ഞപ്പോഴാണ്. ഒരു മല കയറി കുറേ ദൂരം കയറി പോകേണ്ട വന്നു. ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് ഇവിടെ എല്ലാവരും ചക്കയൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നെ ബാക്കി ഉള്ള വീഡിയോ അങ്ങ് എടുക്കാമെന്ന് വെച്ചുകൊണ്ട് ചക്കയുടെ മറ്റേ ഇളക്കുന്ന വീഡിയോയും അതുപോലെ കറി വെച്ച് കഴിഞ്ഞിട്ട് തുറക്കുന്ന വീഡിയോയും അങ്ങനത്തെ കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. ഇന്ന് ചക്കയുടെ കൂടെ കോമ്പിനേഷനായിട്ടുള്ളത് പോർക്ക് കറിയാണ്. പോർക്ക് കറിയും ചക്കയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി ഒരു കോമ്പിനേഷനാണ്. ഇതിൻ്റെ ഇടയ്ക്ക് പറയാൻ മറന്നുപോയി, വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ ഒരു ലൈക്കും ഒരു കമൻറ്റും ഇട്ടിട്ട് പോകാൻ മറക്കല്ലോ കേട്ടോ. ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ നാളത്തേക്ക് അമ്പലത്തിൽ പോകാനുള്ള മുണ്ടൊക്കെ തേക്കാനുള്ള പരിപാടികളൊക്കെ തുടങ്ങി. അപ്പോൾ വിശക്കുന്നവർ അങ്ങ് എടുത്തിട്ട് കഴിക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് വിശന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ എന്തായാലും ഒരു പ്ലേറ്റ് ചക്കയും അതുപോലെ തന്നെ കുറച്ച് പോർക്ക് കറി എടുത്തിട്ട് ഞാൻ എൻ്റെ പരിപാടി ആരംഭിച്ചു. മലയൊക്കെ കയറി വന്നുകൊണ്ടാണോ എന്നറിയത്തില്ല, കഴിക്കുമ്പോൾ നല്ല രുചിയുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ നല്ല വിശപ്പും. അപ്പോൾ പുറത്ത് ബാക്കി കുടുംബക്കാരൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ പുറത്തുനിന്ന് വർത്തമാനം പറയുന്നതൊക്കെ കേൾക്കാം. അവരെന്തൊക്കെയോ നാട്ടുവിശേഷമൊക്കെ പറഞ്ഞിങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ പിന്നെ അതൊന്നും മൈൻഡ് ചെയ്യാതെ ഫുഡ് അടി തുടങ്ങി. ആ പ്ലേറ്റ് കാര്യമാക്കി കഴിഞ്ഞപ്പോൾ ഒരു ആശ്വാസമായി.